ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ മാരുതിയുടെ 800 ഓൾട്ടോ ആണ്. അപ്പം നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ കാണാം. കുഞ്ഞ് ഡിസൈനാണ്, കുഞ്ഞു വണ്ടിയാണ്. എവിടെ വേണേൽ നമുക്ക് പെട്ടെന്ന് പാർക്ക് ചെയ്യാനും എടുക്കാനും പറ്റുന്നൊരു വാഹനമാണ്. സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട് ഗ്രിൽ. ഇതാണ് ഇതിൻ്റെ 800cc കുഞ്ഞ് എഞ്ചിൻ, 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. സൈലൻ്റാണ്, പെട്രോൾ എഞ്ചിനാണ്. കുഞ്ഞ് ക്യാബിനാണ്. ബോണറ്റ് സ്പേസ് വരുന്നത് നല്ല ചെറുതാണ്. കുഞ്ഞ് എഞ്ചിനുമാണ്, സൈലൻ്റാണ്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഇൻസുലേഷനൊന്നുമില്ല, പക്ഷേ സൈലൻ്റാണ്. ഇതിൻ്റെ ബോണറ്റ് അടയ്ക്കാം. ഇതിൻ്റെ സൈഡ് സ്പേസിലോട്ട് പോവാം. ഇതാണ് ഇതിൻ്റെ കീയിലാണ് ഓപ്പണിങ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബൂട്ട് വരുന്നത്. കുഞ്ഞ് ബൂട്ടാണ്, ചെറിയ ബൂട്ട് സ്പേസാണ് വരുന്നത്. ബൾബാണ്, LED ലൈറ്റൊന്നുമല്ല, ബൾബ് ലൈറ്റാണ് വരുന്നത്. നമുക്കിതിൻ്റെ ബാക്ക് ഡോറിലോട്ട് പോവാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് സീറ്റ് വരുന്നത്. അത്യാവശ്യം ലെഗ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇച്ചിരി പിറകോട്ട് വന്നു കഴിഞ്ഞാൽ കൺജസ്റ്റഡ് ആവും. ഒരു ചെറിയ 2 ഫിംഗറിൻ്റെ ഗ്യാപ്പേ നമുക്കിതിൽ വരുന്നുള്ളൂ. പിന്നെ മിറർ വരുന്ന റോളിംഗ് ആണ്. പക്ഷേ ഇത് നല്ല രസമാണിത്, കൈക്ക് ഒരു എക്സസൈസ് ആയിരിക്കും. ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. ഇതാണ് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ വരുന്നത്. ഹാൻഡ് റെസ്റ്റ്, ഹെഡ് റെസ്റ്റോ വരുന്നില്ല. നമുക്കിതിൻ്റെ ഫ്രണ്ട് ഇൻറ്റീരിയറിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മൾ മാരുതി 800 ഇൻറ്റീരിയറിൽ കയറി. ഈ വണ്ടിയുടെ അകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ AC വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ വരുന്നില്ല, ഇത് രണ്ടാമത് അഡീഷണൽ കയറ്റിയതാണ്. ഹസാർഡ് സ്വിച്ച്, 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണിത്. ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. പിന്നെ 2 പവർ വിൻഡോ ഫ്രണ്ടിൽ വരുന്നുണ്ട്. പവർ വിൻഡോയുടെ സ്വിച്ച്. പിന്നെ ഹെഡ് ലൈറ്റ് ബ്രൈറ്റ് അഡ്ജസ്റ്റ്. പിന്നെ മാനുവലി അഡ്ജസ്റ്റബിൾ മിററാണ് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. ലോക്ക്, അൺലോക്ക്. ഇതാണ് കീ. നമുക്കിപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടായി കഴിഞ്ഞു. മിറർ ചെക്ക്. ലോക്കായി. AC ഒക്കെ അത്യാവശ്യം നല്ല കൂളിംഗ് ആണ് വരുന്നത്. സിറ്റി ഡ്രൈവിന് പറ്റിയ വാഹനമാണിത്. കുഞ്ഞു വണ്ടിയാണ്, നല്ല ആവശ്യത്തിന് നല്ല പവറും ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്.
സിറ്റി ഡ്രൈവ് ആയാലും ഹൈവേ ഡ്രൈവ് ആയാലും ഈ വണ്ടി സ്മൂത്താണ്. നല്ല സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ ഗിയർ ബോക്സും നല്ല സ്മൂത്താണ്. ഹാൻഡ്ലിങ്ങും അടിപൊളിയാണ്. പിന്നെ കുഞ്ഞു വണ്ടിയാണ്ട് എവിടെ വേണേൽ പെട്ടെന്ന് പാർക്ക് ചെയ്യാനും കാര്യത്തിനും പറ്റും. മാനുവൽ ഗിയർ ബോക്സ് ഓടിക്കാൻ അത് വേറൊരു ത്രില്ലാണ് വാഹനത്തിൽ. മാനുവൽ ഗിയർ ബോക്സ്, ഹില്ലി ഏരിയ എല്ലാം. ഇപ്പോൾ പിന്നെ ബൈപ്പാസ് വന്നതിന് ശേഷം പിന്നെ ഈ ഗിയർ ബോക്സ് ഈ പറഞ്ഞ കണക്ക് മാനുവൽ ഓട്ടോമാറ്റിക്കും വലിയ വ്യത്യാസമില്ല. 5th or 6th ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരുന്നാൽ മതി. കാരണം ബൈപ്പാസ് ഇങ്ങനെ ത്രൂ ആയിട്ട് കിടക്കുമല്ലേ. പക്ഷേ ഹില്ലി ഏരിയയും ഈ പറഞ്ഞ കണക്ക് വളഞ്ഞ് തിരിഞ്ഞ് വരുന്ന റോഡെല്ലാം വന്നു കഴിഞ്ഞാൽ ഓടിക്കാൻ മാനുവൽ ഗിയർ ബോക്സ് തരുന്നൊരു ഫീലിംഗ് അത് ഒരു പാഡിൽ ഷിഫ്റ്റിലും നമുക്ക് കിട്ടത്തില്ല. ഈ റോഡ് 80 സ്പീഡാണ് വരുന്നത്. ഹൈവേയിൽ 80 സ്പീഡാണ് ഇവിടെ. 65 ഹെവി വെഹിക്കിൾ, കാറിനെല്ലാം 80 സ്പീഡ്. ഇതിനെ NH 66 എന്ന് പറയും ഈ റോഡ്.
നീളം കൂടിയ ഒരാൾക്ക് ഈ വണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നമ്മുടെ മുട്ട് തട്ടാൻ ചാൻസ് ഉണ്ട് സ്റ്റിയറിങ്ങിൻ്റെ അവിടെ നിന്ന്. കാര്യം നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് പിന്നെ ഡെഡ് പെഡൽ ഇതിന് വരുന്നില്ല. മാരുതിക്ക് ഈ ഓൾട്ടോ 800 ഡെഡ് പെഡൽ വരുന്നില്ല. അപ്പോൾ ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാലും പിറകോട്ട് എടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കാലിങ്ങനെ കീപ്പ് ചെയ്ത് കഴിയുമ്പോൾ കഴയ്ക്കും. ഈ ആങ്കിളിൻ്റെ അവിടെ കഴപ്പുണ്ടാവും. കാലിങ്ങനെ മാറ്റി വയ്ക്കണം. മുട്ടിച്ചിരി നീളമുള്ള ഒരാളാകുമ്പോൾ വൈഡ് ചെയ്ത് വെക്കേണ്ടി വരും കാലിൽ. വണ്ടി ഓടിക്കാൻ നല്ല ഫണ്ണാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.